ബ്രേക്കിംഗ് വാർത്ത വരുന്നു. ഒരു ബ്രേക്കിംഗ് വാർത്ത കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകരെ. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. അഷ്കർ അലിയാണ് ബ്രേക്കിംഗ് വാർത്തയുമായി പ്രേക്ഷകർക്കൊപ്പം നിൽക്കുന്നത്. അഷ്കർ അലി, ഗുഡ് മോർണിംഗ്. തീർച്ചയായും ബ്രേക്കിംഗ് വാർത്ത SOG ക്യാമ്പുമായി ബന്ധപ്പെട്ടാണ് എന്ന് കരുതുന്നു, അതോ സമസ്തയുമായി ബന്ധപ്പെട്ടോ? എന്താണ് ഇന്നത്തെ ബ്രേക്കിംഗ്? അഷ്കർ, ഗുഡ് മോർണിംഗ്. അരുൺ, ഗുഡ് മോർണിംഗ്. SOG ക്യാമ്പുമായി ബന്ധപ്പെട്ട വാർത്ത തന്നെയാണ്. SOGയിലെ കമാൻഡോ ആയിരുന്ന വിനീതിൻ്റെ ആത്മഹത്യ, ആ ആത്മഹത്യ എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ള വലിയ ചോദ്യം പൊതുസമൂഹത്തിന് മുമ്പിൽ നിൽക്കുന്നുണ്ട്. നേരത്തെ തന്നെ ഉദ്യോഗസ്ഥ പീഡനമാണ് വിനീതിൻ്റെ മരണത്തിലേക്ക് നയിച്ചതെന്ന ചില പരാതികൾ സഹപ്രവർത്തകർ ഉയർത്തുകയും ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘം ഇന്നലെ ക്യാമ്പിലെത്തി മൊഴി രേഖപ്പെടുത്തിയിരുന്നു. വിനീതിൻ്റെ സഹപ്രവർത്തകരുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയിരുന്നത്. ഈ മൊഴിയിലെ വിശദാംശങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ടർ പുറത്തുവിടുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവിടെ അസിസ്റ്റന്റ് കമാൻഡന്റ് ആയിട്ടുള്ള അജിത്തിന് ഈ വിനീതിനോട് കൃത്യമായി വ്യക്തി വൈരാഗ്യം ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ സഹപ്രവർത്തകർ മൊഴി നൽകിയിരിക്കുന്നത്. അതിന് കാരണമായ ചില സംഭവങ്ങളുമുണ്ട്. 2021 സെപ്റ്റംബർ 16 ഇപ്പോൾ ആത്മഹത്യ ചെയ്ത വിനീതിൻ്റെ സഹപ്രവർത്തകനായിരുന്ന വിനീതിൻ്റെ അതേ നാട്ടുകാരൻ, വയനാട്ടുകാരനായിരുന്ന സുനീഷ് എന്നൊരു കമാൻഡോ കൂടി ഇവിടെ വെച്ച് മരിക്കുന്നുണ്ട്. അരീക്കോട് SOG ക്യാമ്പിൽ വെച്ച് 2021 സെപ്റ്റംബർ 16 മരിക്കുന്നത്. അവിടുത്തെ ട്രെയിനിങ്ങിനിടെ, പരിശീലനത്തിനിടെ ഓടുന്നതിനിടെ കുഴഞ്ഞു വീണാണ് ഇത്തരത്തിൽ സുനീഷ് മരിക്കുന്നത്. അന്ന് കുഴഞ്ഞു വീണ സുനീഷിനെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കാൻ അജിത്തോ അതുപോലെ തന്നെ അവിടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ തയ്യാറായിരുന്നില്ല. ഏകദേശം 20 മിനിറ്റോളം സമയം ഈ സുനീഷ് ട്രാക്കിൽ വീണ് തന്നെ കിടക്കുകയും മറ്റുള്ള സഹപ്രവർത്തകർ സുനീഷിനെ സഹായിക്കാൻ ശ്രമിച്ചപ്പോൾ അജിത്ത് അടക്കമുള്ള ഉദ്യോഗസ്ഥർ അത് തടയുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ നൽകിയിരിക്കുന്ന മൊഴി. തുടർന്ന് അരീക്കോട്ട് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഈ സുനീഷിൻ്റെ ജീവൻ രക്ഷിക്കാനും കഴിഞ്ഞില്ല. അന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ അരീക്കോട് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്തെങ്കിലും പിന്നീട് കേസ് ഒന്നുമല്ലാതെ പോവുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ അജിത്തിൻ്റെ ഇടപെടലിന്, അത്തരത്തിൽ തൻ്റെ സഹപ്രവർത്തകൻ വീണ് കിടക്കുമ്പോൾ, സഹപ്രവർത്തകനായ തൻ്റെ നാട്ടുകാരനായ സുനീഷ് എന്ന് പറയുന്ന കമാൻഡോ അവിടെ വീണ് കിടക്കുമ്പോൾ എന്തുകൊണ്ട് ആശുപത്രിയിൽ എത്തിക്കാൻ കാലതാമസം ഉണ്ടായി എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഈ ഇപ്പോൾ ആത്മഹത്യ ചെയ്തിരിക്കുന്ന വയനാട്ടുകാരൻ തന്നെയായിട്ടുള്ള വിനീത് ഈ AC ആയിട്ടുള്ള അസിസ്റ്റന്റ് കമാൻഡന്റ് ആയിട്ടുള്ള അജിത്തിനോട് ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിൻ്റെ പ്രതിഷേധം അറിയിച്ചിരുന്നു. അവിടെയുള്ള പല സഹപ്രവർത്തകരും ഇത്തരത്തിൽ ഈ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതികൾ നൽകുകയും ചെയ്തിരുന്നു, മൊഴി നൽകുകയും ചെയ്തിരുന്നു. അന്ന് അതിൻ്റെയൊക്കെ മുമ്പിലുണ്ടായിരുന്ന ആളുകളിൽ മിക്ക ആളുകളെയും പിന്നീട് പല ഘട്ടങ്ങളിലായി അജിത്ത് ഇടപെട്ടുകൊണ്ട് അവിടെ നിന്ന് സ്ഥലം മാറ്റിയെന്നും അതിൽ ബാക്കി ഉണ്ടായിരുന്ന ഒരാളാണ് വിനീത് എന്നുമാണ് ഇപ്പോൾ സഹപ്രവർത്തകർ നൽകിയിരിക്കുന്ന മൊഴി. അത്തരത്തിൽ അന്ന് മുതൽ തന്നെ, അഥവാ 2021 സുനീഷിൻ്റെ മരണം മുതൽ തന്നെ അന്ന് അതിൽ ഇടപെട്ടതിൻ്റെ പേരിൽ ആ മരണത്തിന് മുമ്പ് കൃത്യമായി ചികിത്സ നൽകുന്നതിൽ അസിസ്റ്റന്റ് കമാൻഡ് കൂടിയായിട്ടുള്ള അജിത്തിനുണ്ടായ വീഴ്ചയിലൊക്കെ തന്നെ വിനീത് ചോദ്യം ചെയ്തതാണ് യഥാർത്ഥത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ വിനീത് ഒരു കണ്ണിലെ കരടായി മാറാൻ കാരണമെന്നായി എന്നതാണ് ഇപ്പോൾ സഹപ്രവർത്തകർ നൽകിയിരിക്കുന്ന മൊഴി. അന്ന് മുതൽ തന്നെ വിനീതിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ പല നിലപാടുകളും അസിസ്റ്റന്റ് കമാൻഡ് അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ സ്വീകരിച്ചിരുന്നുവെന്നും ഇന്നലെ അന്വേഷണ സംഘത്തിന് ഈ സഹപ്രവർത്തകർ മൊഴി നൽകിയിട്ടുണ്ട്. ഈ മൊഴിയുടെ വിശദാംശങ്ങളിലാണ് ഇത്തരത്തിൽ ഈ കാര്യങ്ങളൊക്കെ തന്നെ സൂചിപ്പിക്കുകയും ചെയ്യുന്നത്. മാത്രമല്ല ഈ ഇപ്പോൾ മരണത്തിന് തൊട്ട് മുമ്പ് 2 തവണ ആദ്യഘട്ടത്തിൽ തന്നെ AC അജിത്തിനോട് വിനീത് അവധി അപേക്ഷ നൽകിയിരുന്നു. അഥവാ തൻ്റെ ഭാര്യയുടെ സ്കാനിങ്ങിന് വേണ്ടി, ഗർഭിണിയായ ഭാര്യയെ ആശുപത്രിയിൽ സ്കാനിങ്ങിന് കൊണ്ടുപോകുന്നതിന് വേണ്ടി വീട്ടിൽ ആളില്ല എന്നും അതുകൊണ്ട് കഴിഞ്ഞ 27 തന്നെ അവധി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അപേക്ഷ നൽകി. അങ്ങനെ 2 തവണ അപേക്ഷ നൽകിയെങ്കിലും ആ അപേക്ഷ ഒന്നും തന്നെ പരിഗണിച്ചില്ല. അതിൽ പിന്നീട് പരാതിയുമായി SOG ക്യാമ്പിൻ്റെ SP ആയിട്ടുള്ള ഫറാഷ് അലിയെ വിനീത് സമീപിച്ചു. പക്ഷേ SP ഫറാഷ് അലിയും അതിൽ ഇടപെട്ടില്ല എന്നുള്ളതാണ് ഈ മൊഴിയിൽ സഹപ്രവർത്തകർ നൽകുന്നത്. പിന്നീട് വലിയ ശിക്ഷാ നടപടികൾ വിനീതിന്റെ മേൽ ചുമത്തപ്പെട്ടു. അതിനൊരു പ്രധാനപ്പെട്ട ചുമതലയായിരുന്നു ക്യാമ്പ് മുഴുവൻ കാട് വെട്ടി വൃത്തിയാക്കണം, ശുചിമുറികൾ ശുചീകരിക്കണം. അന്ന് വിനീതും സഹപ്രവർത്തകരും സ്വന്തം കയ്യിൽ നിന്ന് പണം പിരിച്ച് ആവശ്യമായ ഇന്ധനം കൊണ്ടുവന്ന് മെഷീൻ ഉപയോഗിച്ചുകൊണ്ടാണ് ക്യാമ്പിലെ മുഴുവൻ കാടും വെട്ടി വൃത്തിയാക്കിയത്. കാരണം അവർക്ക് നൽകിയിരുന്ന ഉറപ്പ് അത്തരത്തിൽ വൃത്തിയാക്കിയാലെങ്കിലും ഈ അവധിയുടെ കാര്യം പരിഗണിക്കാമെന്നായിരുന്നു. അവധി പരിഗണിച്ചില്ല എന്ന് മാത്രമല്ല, വീണ്ടും ഒരു റിഫ്രഷർ കോഴ്സിന് കൂടി അവർ ഉൾപ്പെട്ടതോടെയാണ് വലിയ തോതിൽ മാനസിക സംഘർഷത്തിലേക്ക് വിനീത് പോകുന്നതും പിന്നീട് അത് വിനീതിൻ്റെ ആത്മഹത്യയിൽ കലാശിച്ചതും. അതുകൊണ്ട് വിനീതിൻ്റെ ആത്മഹത്യക്ക് ഉത്തരവാദി ഉന്നത ഉദ്യോഗസ്ഥർ തന്നെയാണെന്നും ഈ നേരത്തെ ഉണ്ടായിരുന്ന വ്യക്തിവൈരാഗ്യവും തുടർച്ചയായ ഉദ്യോഗസ്ഥരുടെ പീഡനം മൂലം തന്നെയാണ് വിനീത് ആത്മഹത്യ ചെയ്തിരിക്കുന്നതെന്നും ഇപ്പോൾ ഉദ്യോഗസ്ഥർ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരിക്കുകയാണ്. അരുൺ, ഓക്കെ അഷ്കർ, അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, വ്യക്തിവൈരാഗ്യമാണ് ഈ പല പീഡനങ്ങളുടെയും കാരണം.
ഏതെങ്കിലും തരത്തിൽ ഉദ്യോഗസ്ഥരുടെ എഫിഷ്യൻസിയോ കായികക്ഷമതയോ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയല്ല ഈ വളരെ ക്രൂരമായിട്ടുള്ള മർദ്ദനമുറകൾ സ്വീകരിച്ചിരിക്കുന്നത്, ശിക്ഷാമുറകൾ സ്വീകരിച്ചിരിക്കുന്നത് എന്നത് വ്യക്തമാവുകയാണ് അല്ലേ അഷ്കർ? അരുൺ, SOG ക്യാമ്പിൽ തന്നെ ഈ വിനീതിന്റെ സഹപ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്. ഏതെങ്കിലും ഘട്ടത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരുമായി ഒരു വാക്ക് തർക്കം ഉണ്ടാക്കുകയോ അവർക്ക് എതിർപ്പ് പ്രകടിപ്പിക്കുകയോ ചെയ്താൽ നിരന്തരമായി അവരെ വേട്ടയാടുകയും അവർക്ക് പരമാവധി അവരെ ഉപദ്രവിക്കാനുള്ള ശ്രമങ്ങൾ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതിന് മുമ്പുണ്ടായിരുന്ന ഈ ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയുടെ അനുഭവങ്ങളടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ സഹപ്രവർത്തകർ പറയുന്നത്. കഴിഞ്ഞ ദിവസം മുബഷീറും റിപ്പോർട്ടർ നൽകിയ ഇന്റർവ്യൂവിൽ SOG കമാൻഡർ ആയിരുന്നു മുബഷീറും ഇക്കാര്യം സൂചിപ്പിച്ചു. അവിടെ ഉണ്ടായിരുന്ന ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥ ആത്മഹത്യക്ക് ശ്രമിച്ചതും സമാനമായ രീതിയിൽ ഉദ്യോഗസ്ഥരെ നിരന്തര പീഡനത്തിനും വേട്ടയാടലിനും ഒടുവിലാണ്. ഏതെങ്കിലും അവസാനം 3 വർഷത്തെ അവധിയെടുത്ത ഉദ്യോഗസ്ഥർക്ക് ആ ക്യാമ്പ് തന്നെ വിടേണ്ടി വന്നു. ഏതെങ്കിലും ഘട്ടത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ തിരിയുകയാണെങ്കിൽ, അതല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ സ്വന്തക്കാരായി അവിടെ പ്രവർത്തിച്ചിട്ടില്ല എങ്കിൽ, ഈ ക്യാമ്പിനിടയിൽ ഉദ്യോഗസ്ഥർക്കിടയിലുള്ള കാര്യങ്ങളടക്കം കൃത്യമായി ചോർത്തി നൽകിയില്ല എങ്കിൽ അവർ ശത്രുതാ മനോഭാവത്തോടെ കാണുന്നു. അവർക്ക് നിരന്തരമായ ഇത്തരത്തിൽ അധിക ശിക്ഷാമുറികൾ നൽകുന്നു എന്നുള്ളതാണ്. അത് മനുഷ്യത്വ വിരുദ്ധമായ നിലപാടുകൾ, ഇന്നും കാലഹരണപ്പെട്ടു പോയ ശിക്ഷാ നടപടികളായിട്ടുള്ള ശുചിമുറികൾ ക്ലീൻ ചെയ്യുന്നതടക്കമുള്ള ഒട്ടും മനുഷ്യത്വമില്ലാത്ത പരിപാടികൾക്ക് ഇന്നും ഈ ഉദ്യോഗസ്ഥരെ നിയന്ത്രണ വിധേയമാക്കുന്നു എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നവരും ഈ SOG കമാൻഡുകളായിട്ടുള്ള തണ്ടർ ബോട്ട് ഉദ്യോഗസ്ഥർക്ക് അവരുടെ ജീവൻ അവർ നൽകുന്ന അവർ വിലപ്പെട്ട ജീവന് വേണ്ടിയില്ലെങ്കിൽ അവർ ശ്രമിക്കുന്ന തീവ്ര പരിശ്രമത്തിൻ്റെ പേരിൽ അവർക്ക് ഒരു അലവൻസ് നൽകുന്നുണ്ട് സർക്കാർ. അഥവാ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരെക്കാൾ കൂടുതൽ അവർക്ക് കൃത്യമായ ഒരു വലിയൊരു തുക അലവൻസായി ലഭിക്കുന്നു. അവിടെയുള്ള പല ആളുകളും ഈ അവരുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ടും കുടുംബത്തിന്റെ ബാധ്യത മൂലം ഈ അലവൻസ് കൂടി പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഈ ക്യാമ്പിൽ തുടരുന്നത്. എന്നാൽ ഉന്നത ഉദ്യോഗസ്ഥർ നിങ്ങളുടെ അലവൻസ് കട്ട് ചെയ്യും, നിങ്ങളെ ഇവിടെ നിന്നും നിങ്ങൾ മദർ ബറ്റാലിയനായിട്ടുള്ള IRB ബറ്റാലിയനിലേക്ക് മടക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിൽക്കാം, അല്ലെങ്കിൽ ഈ ക്യാമ്പ് വിട്ട് പോവുക എന്നുള്ള ഈ അലവൻസ് മുടക്കുമെന്നുള്ള ഒരു ഭീഷണി കൂടി എല്ലാ ഘട്ടങ്ങളിലും ഈ ഉദ്യോഗസ്ഥർക്ക് മേൽ ഈ SP-യും AC-യും അടക്കമുള്ളവർ വെക്കുന്നുണ്ട്. മാത്രമല്ല SP അടക്കം പലപ്പോഴും എനിക്ക് അലവൻസ് ഇല്ല, പിന്നെ നിങ്ങൾക്ക് മാത്രം എന്തിനാണ് അലവൻസ് എന്നതടക്കം ചൂണ്ടിക്കാണിച്ച് ഇവർക്ക് ഭീഷണിപ്പെടുത്തുന്നു എന്നുള്ള ആരോപണം ഈ സഹപ്രവർത്തന മൊഴിയായി നൽകിയിട്ടുണ്ട്. അരുൺ, ഓക്കെ, അഷ്കർ അലി കരിമ്പയാണ് വിവരങ്ങൾ നൽകിയത്. ഈ റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ് ബ്രേക്കിംഗ്. പല മൊഴികളും പുറത്തു വരുന്നു. വ്യക്തിവൈരാഗ്യം തീർക്കാൻ വേണ്ടി ഈ SOG ക്യാമ്പിലെ ഉദ്യോഗസ്ഥരെ പീഡിപ്പിക്കുന്നത് പതിവായിരുന്നു എന്നാണ് പുറത്തു വരുന്ന മൊഴികളെല്ലാം. വിനീതിൻ്റെ മരണം വെറുതെ ആവില്ല എന്നുറപ്പ്. പക്ഷേ വിനീതിൻ്റെ മരണം വരെ വേണ്ടി വന്നോ ഈ അന്വേഷണത്തിന് ഇത് കണ്ടെത്താൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. തീർച്ചയായിട്ടും ഇത്തരം ക്രൂര മനസ്സുള്ള മനുഷ്യരെ, ഇങ്ങനെ പീഡിപ്പിക്കുന്ന സാഡിസ്റ്റുകളെ ഉദ്യോഗസ്ഥന്മാരെ ആ പദവിയിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന കാര്യത്തിൽ ഒരു തർക്കവും ഉണ്ടാവില്ല. അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ്.